കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഒപ്പം ചേർക്കാൻ UDF തുടങ്ങിവച്ച ശ്രമം അത് വിജയം കാണാതെ അവസാനിപ്പിക്കില്ല എന്നുള്ള വ്യക്തമായ സൂചന നേതാക്കൾ നൽകിക്കഴിഞ്ഞു. സണ്ണി ജോസഫ് PCC അധ്യക്ഷനും അടൂർ പ്രകാശ് UDF കൺവീനറായും വന്നതിന് ശേഷം അവരുടെ ഏറ്റവും വലിയ നീക്കം അഭിമാന പോരാട്ടം അതിനുവേണ്ടി തന്നെയാണ്. അതിനായി അവർ കാണേണ്ടവരെയെല്ലാം കാണുകയാണ്. പ്രത്യേകിച്ച് അടൂർ പ്രകാശ് UDF വിപുലീകരിക്കുക വഴി തൻ്റെ ഗ്രാഫ് ഉയർത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. ഒപ്പം സഭയിൽ വരെ സ്വാധീനം ചെലുത്തി കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സണ്ണി ജോസഫും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്കും വേണ്ട തരത്തിൽ ശക്തിയും പിന്തുണയും നൽകാൻ AICC സംഘടനകാര്യ സെക്രട്ടറി KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെയുണ്ട്. 3 പേരും നായർ സമുദായത്തിൽപ്പെട്ടവരാണ്. പറഞ്ഞു വരുന്നത് ക്രൈസ്തവ സഭയുടെയും NSSന്റെയും പിന്തുണയിൽ വളർന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് മാണി. അതുകൊണ്ട് തന്നെ ഈ സഭയും കരയോഗവും ഒക്കെയായി നല്ല ബന്ധമുള്ള നേതാക്കളും ഇറങ്ങിത്തിരിച്ചാൽ മാണി ഗ്രൂപ്പ് കൂടെ പോരും എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ടുള്ള നീക്കമാണ് നടക്കുന്നത്. ഏതായാലും അത് വിജയത്തിനടുത്ത് തന്നെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് VD സതീശൻ പറഞ്ഞ വിസ്മയിപ്പിക്കുന്ന വാർത്ത വരാനിരിക്കുന്നത്. എന്നാൽ മാണി ഗ്രൂപ്പ് എങ്ങനെ വരുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ആശയക്കുഴപ്പം. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വാർത്ത നൽകിയതാണ്. മാണി ഗ്രൂപ്പ് നേതാക്കൾ മാത്രമേ ഇനി UDFിലേക്ക് വരാനുള്ളൂ. പ്രവർത്തകർ ഭൂരിഭാഗവും എന്നേ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ സത്യം ജോസ് കെ മാണിക്ക് തന്നെ നന്നായി അറിയാം. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് 2019-24 ലോക്സഭാ തെരഞ്ഞെടുപ്പും അതുപോലെ പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുമാണ്. 2019 UDFിൻ്റെ കൂടെ മാണി ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ അന്ന് CPMന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഇന്നത്തെ മന്ത്രി VN വാസവന് ലഭിച്ചത് 34% വോട്ടുകളായിരുന്നു. അതായത് LDFിൻ്റെ യഥാർത്ഥ വോട്ടുകൾ 34% വാസവന് കിട്ടി. ഇപ്പോൾ മാണി ഗ്രൂപ്പ് ഒപ്പമുണ്ടായ ഈ സമയത്ത് 2024 കിട്ടിയതും വെറും 33% വോട്ടുകൾ മാത്രമാണ്. അതിനർത്ഥം മാണി ഗ്രൂപ്പിൻ്റെ വോട്ടുകൾ മുഴുവനും UDFിൽ തന്നെ എത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിക്ക് 2021 കിട്ടിയത് 10,000-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നുവെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ അത് 37,000-ലധികം ഭൂരിപക്ഷമാണ് ചാണ്ടി ഉമ്മന് കിട്ടിയത്. UDFിൽ തന്നെയാണ് മാണി ഗ്രൂപ്പിൻ്റെ വോട്ടർമാർ മുഴുവനും ഉള്ളത്. അതുകൊണ്ട് പ്രവർത്തകരുടെ കൂടെ തന്നെ വലിയൊരു വിഭാഗം നേതാക്കളും UDFിലേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ജോസ് കെ മാണിക്ക് പല രഹസ്യങ്ങളുമുണ്ട്. അത്ര പെട്ടെന്ന് വരാൻ കഴിയില്ല. അത് പിണറായി വിജയന് മാത്രം അറിയാവുന്നതാണ് പലതും. കേസുകളിൽ പെടാതെ ജോസ് കെ മാണിയെ പിടിച്ചു നിർത്തുന്നത് പിണറായി ആണെങ്കിലും അതൊന്നും മറ്റുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇനിയും അറിയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതിനാൽ അവർ മന്ത്രി റോഷി അഗസ്റ്റിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് UDFിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായി കഴിഞ്ഞു എന്നാണ് കോട്ടയത്തു നിന്നും ലഭ്യമാകുന്ന സൂചനകൾ. ജോസ് കെ മാണിക്ക് വരാൻ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് ഈ പറയുന്ന രഹസ്യങ്ങൾ, മറ്റൊന്ന് വന്നാൽ ഏതു മണ്ഡലത്തിൽ മത്സരിക്കും എന്നുള്ളതാണ്. പാലാ നൽകില്ല എന്ന് മാണി സി കാപ്പൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ റോഷി അഗസ്റ്റിന് ജോസ് കെ മാണിയില്ലാതെ UDFിൽ പോയാൽ വീണ്ടും മന്ത്രിയാകാമെന്നൊരു വിശ്വാസവും വന്നു കഴിഞ്ഞു. അതുകൊണ്ട് റോഷിയും മറ്റ് 3 MLAമാരും UDFിലേക്ക് പോകാനുള്ള സാധ്യത ഏറിക്കഴിഞ്ഞു. മാണി ഗ്രൂപ്പിനാകെ 5 MLAമാരാണുള്ളത്. അതിൽ റാന്നി MLA പ്രമോദ് നാരായണൻ ഒഴികെയുള്ള 4 പേർ, കാഞ്ഞിരപ്പള്ളിയിലെ പ്രൊഫസർ ജയരാജ്, ചങ്ങനാശ്ശേരിയിലെ ജോബ് മൈക്കിൾ, പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കളത്തിങ്കൽ എന്നിവർ UDFിലേക്ക് പോകാൻ ഇടുക്കി MLA ആയ റോഷി അഗസ്റ്റിനൊപ്പം തയ്യാറായിരിക്കുന്നു എന്നാണ് അറിയുന്നത്. കാരണം 3 പേരും ഇപ്പോൾ തോൽവിയുടെ വക്കിലാണ് നിൽക്കുന്നത്. UDF ആദ്യം തന്നെ ജയിക്കാവുന്ന മണ്ഡലങ്ങളായി ഈ 3 മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിൽ മാറിക്കഴിഞ്ഞു എന്നാണ് സർവേ തന്നെ പറയുന്നത്. UDFിലെത്തിയാലെങ്കിലും സിറ്റിംഗ് MLA എന്നുള്ള പേരിൽ ആ സീറ്റ് ലഭിക്കുമെന്ന വിശ്വാസമാണ് അവർക്കെല്ലാം ഉള്ളത്. റോഷി അഗസ്റ്റിന് UDFിലെത്തിയാൽ സുഖമായി ഇടുക്കി സീറ്റ് പിടിച്ചെടുക്കാം. അതുകൊണ്ട് ജോസ് കെ മാണി ഒരു പക്ഷെ വന്നില്ലെങ്കിലും റോഷി അഗസ്റ്റിൻ MLAമാരടക്കമുള്ളവരെയും കൂട്ടി UDFിലെത്താനുള്ള സാഹചര്യമാണ് ഉള്ളത്.
ഏതായാലും മാണി ഗ്രൂപ്പിനെ UDF-ൽ എത്തിക്കാനുള്ള എല്ലാ നീക്കങ്ങളും അതിൻ്റെ വിജയഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. വിസ്മയകരമായ വാർത്ത ഏതു നിമിഷവും വന്നേക്കാം. MLA-മാർക്കെല്ലാം അത്ര പെട്ടെന്ന് രാജിവെക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരുമ്പോൾ അതുണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു.